Good morning. Today we discuss the topic addition of floating point numbers. നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോ പ്രോസസ്സറിൽ ഫ്ലോട്ടിംഗ് പോയിന്റിന് സ്പെഷ്യൽ പ്രൊവിഷൻ ഇല്ല. അത് മൈക്രോ പ്രോസസ്സേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത് ഇൻഡിജേഴ്സിനെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക് അതിനുള്ള പ്രൊവിഷൻ മൈക്രോ പ്രോസസ്സറിൽ ഇല്ല. അപ്പൊ ഇത് ചെയ്യാൻ പറ്റുക ഒന്നുകിൽ നമ്മൾ സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കണം. അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ അഡീഷനോ സബ്സ്ട്രാക്ഷനോ അതിന്റെ റൂൾസ് ഫോളോ ചെയ്യുന്ന പ്രോഗ്രാംസ് എഴുതണം. അതല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോസസ്സർ ലൈക്ക് Intel 8087 or Intel 80387 ഇങ്ങനെയുള്ള പ്രോസസ്സേഴ്സ് ഇന്റർഫേസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു മൈക്രോ പ്രോസസ്സർ പ്രോഗ്രാമർക്ക് ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക്കിന്റെ കൺസെപ്റ്റ് നന്നായിട്ട് അറിയണം ഇങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്യണമെങ്കിൽ. നമ്മളിവിടെ ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ അരിത്തമെറ്റിക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ഹൈപ്പോതെറ്റിക്കൽ മൈക്രോ പ്രോസസ്സർ ഹാവിംഗ് എ 4-digit വേർഡ് കപ്പാസിറ്റി. 4-digit വേർഡ് ഉദ്ദേശിക്കുന്നത് 4 ബിറ്റ് അല്ല. അതായത് അതില് 4 വേർഡ്, അതായത് 4 കൂട്ടം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ റെപ്രസെന്റ് ചെയ്ത സമയത്ത് അവിടെ 32 അത് 4 ബൈറ്റ് ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിൽ കുറച്ച് പാർട്ട് സൈറ്റിന്, കുറച്ച് മാൻറ്റിസ, എക്സ്പോണന്റ്, അങ്ങനെ നമ്മള് അപ്പൊ 8 ബിറ്റിന്റെ 4 കൂട്ടങ്ങളായിട്ട് അതിനെ എടുക്കാം. അപ്പൊ അതേപോലെ ഏതെങ്കിലും 4 വേർഡ് കപ്പാസിറ്റി ഉള്ള 4-digit വേർഡ് കപ്പാസിറ്റി ഉള്ള ഒരു ഹൈപ്പോതെറ്റിക്കൽ മ്യൂപ്പി ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ്സിന്റെ അരിത്തമെറ്റിക് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് റൗണ്ട് ഓഫ് ആൻഡ് ചോപ്പിംഗ്. അപ്പൊ ആദ്യം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പറയുന്നത് റൗണ്ട് ഓഫ് എന്നുള്ള ഓപ്പറേഷനിൽ നമുക്ക് അറിയാം ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എങ്ങനെയാണ് റൗണ്ട് ചെയ്യുന്നത്. നമ്മൾ 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്, 3 ഡെസിമൽ പ്ലേസിന് റൗണ്ട് ചെയ്യാറുണ്ട്, 4 ഡെസിമൽ പ്ലേസിന് റൗണ്ട് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളുടെ ചെയ്യുന്ന പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാം എത്ര ഡെസിമൽ പ്ലേസസിനാണോ റൗണ്ട് ചെയ്യേണ്ടത് അതിനുശേഷമുള്ള പ്ലേസിലെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഡെസിമൽ നമ്പർ ആണ്, അതുകൊണ്ട് ആ വാല്യൂ 5-ൽ കൂടുതലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന ലാസ്റ്റ് ഡിജിറ്റില് ഒരു 1 ആഡ് ചെയ്യും.
ആക്ച്വലി ഈ പ്രോസസ് അതിൻ്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിൽ പറയാൻ പറ്റും. അതായത് നമുക്ക് നമ്മുടെ നമ്പർ 0.538 ഇൻറ്റു 10⁻⁹ എന്നുള്ള ഒരു നമ്പറാണ്. അതിനെ 2 ഡിജിറ്റ് നമ്പറാക്കി നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് ഡിജിറ്റിൻ്റെ കൂടെ 5 ആഡ് ചെയ്യും. ദെൻ അതിനുശേഷം ആ ലാസ്റ്റ് ഡിജിറ്റ് എലിമിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ ചോപ്പ് ചെയ്യും. അതായത് 0.538 8ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുന്ന സമയത്ത് 8 + 5 = 13. ലാസ്റ്റ് ഡിജിറ്റ് 3 വരും. തൊട്ട് മുമ്പത്തെ ഡിജിറ്റ് 3 ഉള്ളത് 4 ആവും. ദെൻ 0.543 നമുക്ക് കിട്ടും. അതിൽ 3നെ ചോപ്പ് ചെയ്ത് കളയും, അതായത് എലിമിനേറ്റ് ചെയ്യും. അപ്പം നമുക്ക് കിട്ടുന്നത് 0.54 ഇൻറ്റു 10⁻⁹ ആണ്. അപ്പം നമ്മൾ 2 ഡിജിറ്റിന് റൗണ്ട് ചെയ്തു. 0.538 ഇൻറ്റു 10⁻⁹ എന്നുള്ള ക്വാണ്ടിറ്റീനെ 0.54 ഇൻറ്റു 10⁻⁹ ആക്കി 2 ഡിജിറ്റ് റൗണ്ടഡ്. ഇനി ഇതിനെ 1 ഡിജിറ്റ് റൗണ്ടിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക 4ൻ്റെ കൂടെ 5 ആഡ് ചെയ്യും. അതായത് 0.54 ലാസ്റ്റ് ഡിജിറ്റിൻ്റെ കൂടെ 5 ആഡ് ചെയ്യും. സെക്കൻഡ് ഡിജിറ്റിൻ്റെ കൂടെ 5 ആഡ് ചെയ്തു. ദെൻ ആ ഡിജിറ്റ് ചോപ്പ് ചെയ്തു. ദെൻ 0.5 ഇൻറ്റു 10⁻⁹. ഇപ്പോൾ നമ്മൾ 1 ഡിജിറ്റിലേക്ക് അതിനെ റൗണ്ട് ചെയ്തു. അപ്പം ഇനി ആ റൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി 5 ആണ്. നമ്മൾ ലാസ്റ്റ് ഡിജിറ്റിലേക്ക്, അതായത് ആഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി 5 ആണ്. ബേസ് 10 ആയിട്ടുള്ള ഒരു നമ്പർ ആയതുകൊണ്ടാണ് നമ്മളിവിടെ 5 ആഡ് ചെയ്യുന്നത്. ഇതെടുക്കുന്നത്, ഈ 5 എടുക്കുന്നത് ഏതാണോ ബേസ്, ദാറ്റ് ഡിവൈഡഡ് ബൈ 2. ബേസ് ഡിവൈഡഡ് ബൈ 2 എന്നുള്ള നമ്പറാണ് നമ്മൾ ബേസ് ഡിവൈഡഡ് ബൈ 2. അതായത് ബേസിൻ്റെ പകുതിയാണ് നമ്മൾ ഈ ഡിജിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ഡെസിമൽ നമ്പർ ആയതുകൊണ്ട് 5. ഇനി ഒക്ടൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എത്രയായിരിക്കും? 4 ആയിരിക്കും. ബൈനറി നമ്പർ ആണെങ്കിൽ ബേസ് 2 ആണ്, അപ്പോൾ 1 ആയിരിക്കും. ഹെക്സാഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ 8 ആണ് നമ്മൾ ആഡ് ചെയ്യുക, കാരണം ബേസ് അവിടെ 16 ആണ്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മളവിടെ റൗണ്ടിങ് അല്ലെങ്കിൽ റൗണ്ട് ഓഫ് എന്നുള്ള പ്രോസസ്സ് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇതിലെ അരിത്തമെറ്റിക് ഓപ്പറേഷനിലേക്ക് വരികയാണ്. അത് നമ്മളുടെ കേസിൽ നമ്മൾ എടുക്കുന്നത് 4 ഡിജിറ്റ് കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന രജിസ്റ്റർ ഡബിൾ ലെങ്ത് രജിസ്റ്റർ ആയിരിക്കും. അതായത് അരിത്തമെറ്റിക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രജിസ്റ്റർ ഡബിൾ ലെങ്ത് ആയിരിക്കും. അതായത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന നമ്പേഴ്സ്, ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സ് 4 ഡിജിറ്റ് വരുന്ന, അതായത് മാൻഡിസയിൽ 4 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ് ആയിരിക്കും. പക്ഷേ ഇവിടെ അരിത്തമെറ്റിക് ചെയ്യാൻ ഉപയോഗിക്കുന്ന രജിസ്റ്റർ 8 ഡിജിറ്റ് കപ്പാസിറ്റി ഉള്ളതായിരിക്കും. 8 ഡിജിറ്റ് കപ്പാസിറ്റി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് 8 ഡിജിറ്റ് ആണ് നമുക്ക് കിട്ടുക. പക്ഷെ നമുക്ക് 4 ഡിജിറ്റ് ആണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ വീണ്ടും റൗണ്ട് ചെയ്യും. അപ്പം നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് 8 ഡിജിറ്റ് ആയിരിക്കും. പിന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യും? 4 ഡിജിറ്റ് ആക്കിയിട്ട് അതിനെ റൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയുന്നു.
The two numbers will be added in 8-digit registers to obtain a 8-digit result, which will be rounded off to 4 digits for storage into the memory. Okay. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്പോണന്റ് പാർട്ട് ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ 2 ഡിജിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതിന് എക്സ്പോണന്റിന് സൈൻ ഉണ്ടാവാം. ഇറ്റ് മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ള നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് 0.1571 into 10⁻², 0.6281 into 10⁻0. ഇനി ഈ രണ്ട് നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ എക്സ്പോണൻസ് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 10⁻² ആണ് ആദ്യത്തെ നമ്പറിന്റെ എക്സ്പോണന്റ്, രണ്ടാമത്തെ നമ്പറിന്റെ എക്സ്പോണന്റ് 10⁻0 ആണ്. അപ്പൊ അത് മാച്ച് ചെയ്യണം. ഓക്കെ, നമ്മളുടെ കേസിലാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇതിലേക്ക് മാറ്റാറാണ്. പക്ഷെ കമ്പ്യൂട്ടറിന്റെ കേസിലായതുകൊണ്ട് നമ്മൾ സ്മോളർ നമ്പറിനെ ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. സ്മോളർ നമ്പറിന്റെ എക്സ്പോണന്റ് ലാർജർ നമ്പറിന്റെ എക്സ്പോണന്റിലേക്ക് മാറ്റണം. അതായത് 0.6281 into 10⁻0നെ 10⁻²ന്റെ പവറിലേക്ക് നമ്മൾ മാറ്റണം. അതിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നമ്മളുടെ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 10ന്റെ പവർ എക്സ്പോണന്റിന്റെ ഭാഗത്ത് ഇൻക്രീസ് ചെയ്യുന്നു. 10⁻² ആക്കിയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ മാൻഡിസ പാർട്ട് 0.6281നെ 10⁻² കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും. എക്സ്പോണന്റിൽ എത്രയാണോ 10ന്റെ പവർ ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്, 10 എത്ര ടൈംസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു അത്ര ടൈംസ് മാൻഡിസയിലെ ഡിവിഷൻ നടത്തേണ്ടി വരും. അതിന് ഈ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. കമ്പ്യൂട്ടറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇത് നടത്തുന്നത് സ്മോളർ നമ്പറിനെ രജിസ്റ്ററിലേക്ക് നമ്മൾ ലോഡ് ചെയ്യും. ദെൻ അതിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. 1 ഡിജിറ്റ് അറ്റ് എ ടൈം, ഓരോ ഡിജിറ്റ് ആയിട്ട്. ഇതിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഡിജിറ്റ് റൈറ്റിലേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 0 വരും. 0.6281 അപ്പൊ എന്തായിട്ട് മാറും? 10⁻1 ആയിട്ട് മാറും. പ്രോസസ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് ഫെമിലിയർ ആണ്. 0.6281 into 10⁻0 അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു, എങ്ങനെ മാറ്റി എഴുതാം? ഇറ്റ് ഈസ് 0.0621 into 0.6281 into 10⁻1. that gives 0.006281 into 10⁻². ഇനി അത് ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ നമ്മൾ പറഞ്ഞിട്ടുള്ള രജിസ്റ്ററിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രൂപത്തിലാണ്. നോക്കുക, 6281 8 ഡിജിറ്റ് ആയിട്ടാണ് 0000 പ്ലസ് 00 എക്സ്പോണന്റ് ആണ്. ഇനി അതിനെ 2 ഷിഫ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത്? ഷിഫ്റ്റിംഗ് നടത്തുക. സ്മോളസ്റ്റ് നമ്പറിനെ ലോഡ് ചെയ്തു, അതിനെ റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് എക്സ്പോണന്റിലെ വാല്യൂ എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. 00628100 പ്ലസ് 02 ആയിട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഓരോ റൈറ്റ് ഷിഫ്റ്റിന് ഈക്വലന്റ് ആണ് ഡിവിഷൻ ബൈ 10 ആണ്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്പോണന്റിനെ
ഇൻക്രീസ് ചെയ്യണം, 1 ഇൻക്രീസ് ചെയ്യണം. ഓരോ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും എക്സ്പോണൻറ്റിനെ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ 2 റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ +2 ആക്കിയിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. ദെൻ ഷിഫ്റ്റഡ് നമ്പറും ഒറിജിനൽ നമ്പറും ഈക്വലൻ്റ് ആയിരിക്കും. ഇപ്പോൾ രണ്ടിൻ്റെയും പവർ സെയിം ആണ്. ഓക്കെ, ഒരിക്കൽ കൂടെ പറയുന്നു, നമുക്ക് ഓപ്പറേഷൻസ് നടത്തേണ്ട നമ്പറിൽ ഏറ്റവും ചെറിയ ഫ്ലോട്ടിംഗ് നമ്പറിൻ്റെ അതിനെ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്ത് എന്ത് ചെയ്യണം, റൈറ്റ് ഷിഫ്റ്റ് നടത്തണം. റൈറ്റ് ഷിഫ്റ്റിംഗ് നടത്തി 2 നമ്പറിൻ്റെയും എക്സ്പോണൻറ്റ് സെയിം ആവുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. രണ്ടിൻ്റെയും എക്സ്പോണൻറ്റ് ഈക്വൽ ആയി കഴിഞ്ഞാൽ പ്രോസസ്സ് റൈറ്റ് ഷിഫ്റ്റ് പ്രോസസ്സ് നിർത്തും. ദെൻ വി ക്യാൻ ആഡ് ദി നമ്പേഴ്സ്. അതായത് എക്സ്പോണൻറ്റ് സെയിം ആണ്, അത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അതിലെ ആൻറ്റിസ പാർട്ട് അത് ആഡ് ചെയ്യും. 1571006281 ആഡ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത്, നമ്മൾ പറഞ്ഞു റിസൾട്ട് കിട്ടുന്നത് 8 ഡിജിറ്റ് ആയിട്ടാണ് കിട്ടുക. അതിനെന്ത് ചെയ്യണം, 4 ഡിജിറ്റ് ആയിട്ട് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുക, എന്താ പറഞ്ഞത്, എത്രയ്ക്കാണോ റൗണ്ട് ഓഫ് ചെയ്യുന്നത്, അതായത് ഇവിടെയാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നത്, അപ്പോൾ എങ്കിൽ 8ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, 8ൻ്റെ കൂടെ 5 ആഡ് ചെയ്തു. ദെൻ 3 എന്നുള്ളത് 4 ആയി, 1634 + 02. അപ്പം നമുക്ക് ആ നമ്പർ ഈ രൂപത്തിൽ നമുക്ക് കിട്ടി. ഇനി അടുത്തൊരു എക്സാമ്പിൾ, ഇവിടെ നമ്മൾ 3 നമ്പേഴ്സാണ് ആഡ് ചെയ്യുന്നത്. 0.2541 × 10⁻³ 0.1284 × 10⁻³ 0.1212 × 10⁻0. 3 നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കൊണ്ട് നമുക്കിത് 2 മെത്തേഡിൽ ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ പിയും ക്യൂനെയും ആഡ് ചെയ്തു, ദെൻ അതിൻ്റെ കൂടെ 6 ആഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ക്യൂ 6ഉം ആഡ് ചെയ്യാം, അതിനുശേഷം പി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി അതല്ല എങ്കിൽ പിയും 6ഉം ആദ്യം ആഡ് ചെയ്യാം, അതിനുശേഷം അതിൻ്റെ കൂടെ ക്യൂ ആഡ് ചെയ്യാം. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ കേസിൽ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് റിസൾട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതൊന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള P+Q നമ്മൾ ആദ്യം ചെയ്യുകയാണെങ്കിൽ പി നോക്കുക, പിയുടെ പവർ 10⁻³ ആണ്, എക്സ്പോണൻറ്റ് 10⁻³ ആണ്, ക്യൂവിൻ്റെ 10⁻³ ആണ്, സെയിം ആണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ദെൻ 0.3825 × 10⁻³. ഇനി ആ കിട്ടിയ ക്വാണ്ടിറ്റി 10⁻0 എന്നുള്ള ക്വാണ്ടിറ്റിയുടെ കൂടെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ മാറ്റി എഴുതണം. അതായത് പവർ 10⁻0 ആക്കിയിട്ട് മാറ്റണം. -3നെ 0 ആക്കണം എന്നുണ്ടെങ്കിൽ 3 പ്രാവശ്യം റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. 0 0 0 3825 × 10⁻0. അതിനുശേഷം നമ്മൾ ഇതുമായിട്ട് ആഡ് ചെയ്തു, 6ഉമായിട്ട് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.1215825. ഇനി ഇതിനെന്ത് ചെയ്യണം, 4 ഡെസിമൽ പ്ലേസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യണം. ഇവിടെ 8ൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, 5 ആഡ് ചെയ്തു. ദെൻ 1216 നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു, 1.1216 × 10⁻0. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്യുന്നത്, ചെയ്യുന്ന പ്രോസസ്സ് നോക്കാം. അതെന്താ ചെയ്ത്, Q+R ആദ്യം ഇവാലുവേറ്റ് ചെയ്യണം.
ക്യൂ പ്ലസ് ആർ ആദ്യം ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോക്കുക 10⁻³ 10⁻0 ആക്കണം. ദെൻ 0.0001284 10⁻0 വരും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ 8 ഡിജിറ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള 8 ഡിജിറ്റിനെ നമ്മൾ വീണ്ടും റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രൂപത്തിൽ വരും. അതായത് നമ്മൾ ചെയ്തിട്ടുള്ളത് പോയിന്റ് ആർ എന്നുള്ള ക്വാണ്ടിറ്റി 0.1212. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി എത്രയായിരുന്നു? ഇറ്റ് ഈസ് ഈക്വൽ ടു പോയിന്റ് എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ്. അതിൻ്റെ 3 സീറോസ്. ഓക്കെ, അതിനുശേഷമാണ് 3 സീറോസ്. അതിനുശേഷം 1 ഇതൊക്കെ വരുന്ന 1284. ഡെസിമൽ പോയിന്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി നമ്മൾ സീറോസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് കിട്ടും 4 8 2 3 1 2 1. 0.1213. അടുത്ത ഡെസിമൽ പോയിന്റ് അടുത്ത പ്ലേസിൽ 2 ആണ്. 2ൻ്റെ കൂടെ 5 ആഡ് ചെയ്തു. റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.1213 തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ 0.1213 കിട്ടി. ഇനി അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? വീണ്ടും പി ആണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. വീണ്ടും പീനെ ഇതേപോലെ നമ്മൾ റൗണ്ട് ചെയ്യണം. പീനെ നമ്മൾ ഇതേപോലെ ഷിഫ്റ്റ് ചെയ്യണം. റൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് 10⁻0 ആക്കിയതിന് ശേഷം ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ദെൻ ആഡ് ചെയ്തതിന് ശേഷം റൗണ്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.1215 into 10⁻0 എന്നുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ഈ കിട്ടിയിട്ടുള്ള റിസൾട്ടും ഇതും തമ്മിൽ ഇവിടെ നമുക്ക് കിട്ടിയ റിസൾട്ട് 0.1215 into 10⁻0. ഇവിടെ കിട്ടിയിട്ടുള്ളത് 0.1216 into 10⁻0. നാലാമത്തെ ഡെസിമൽ പ്ലേസിൽ ഇതിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും സെയിം ആണെന്ന് പറയാൻ പറ്റില്ല. They are different, slightly different. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ associativity of addition not valid. അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക്കില് associativity of addition വാലിഡ് അല്ല. എന്തുകൊണ്ടാണ് വാലിഡ് അല്ലാത്തത്? കാരണം നമ്മൾ ഉപയോഗിക്കുന്ന റൗണ്ടിങ് ഓഫ് കാരണം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിജിറ്റ്സ് ചില സമയത്ത് ഒരു പ്രാവശ്യം റൗണ്ടിങ് വരും, ചില സമയത്ത് 2 പ്രാവശ്യം റൗണ്ടിങ് വരും. റൗണ്ടിങ്ങിന്റെ എണ്ണത്തിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പി പ്ലസ് ക്യൂ ചെയ്ത് ആർ ചെയ്ത സമയത്ത് ഒരു പ്രാവശ്യമാണ് റൗണ്ട് ചെയ്തത്. ഇനി ക്യൂ പ്ലസ് ആർ ചെയ്ത് പി ആഡ് ചെയ്ത സമയത്ത് 2 പ്രാവശ്യം റൗണ്ടിങ് നടത്തി. അപ്പൊ 2 പ്രാവശ്യം റൗണ്ടിങ് നടത്തിയ സമയത്ത് വാല്യൂ വീണ്ടും അപ്രോക്സിമേറ്റഡ് ആയി, അതുകൊണ്ട് ചേഞ്ചിങ് സംഭവിക്കുന്നു. അപ്പൊ ഫിക്സഡ്
ആൻഡ് ഫൈനൈറ്റ് ലെങ്ത് ഓഫ് രജിസ്റ്റർ ആയതുകൊണ്ട് ഈ പ്രശ്നം സംഭവിക്കും. ഇനി നമ്മൾ അടുത്തത് വേറെ രണ്ട് എക്സാമ്പിൾസ്. Just we take x is equal to 0.5211 into 10 raised to 3 and y is equal to 0.1122 into 10 raised to minus 2. ഇത് രണ്ടും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്മോളർ ക്വാണ്ടിറ്റീനെ ഷിഫ്റ്റ് ചെയ്യണം. ഷിഫ്റ്റ് ചെയ്ത് 0.00001112 into 10 raised to 3 ആക്കിയിട്ട് എക്സ്പോണന്റ് സെയിം ആക്കി മാറ്റി എഴുതി. ഇനി എക്സിന്റെ കൂടെ y ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഇതാണ്. ഇനി ഇതിനെ നമ്മൾ 4 ഡിജിറ്റിലേക്ക് റൗണ്ട് ചെയ്ത സമയത്ത് നമുക്ക് വന്നിട്ടുള്ള നമ്പർ 0.5211 into 10 raised to 3 എന്നുള്ള നമ്പറാണ് നമുക്ക് വന്നത്. ഈ നമ്പർ ഇറ്റ് ഈസ് ആക്ച്വലി എക്സ് ആണ്. നമ്മൾ ചെയ്ത അരിത്തമെറ്റിക് ഓപ്പറേഷൻ എക്സ് പ്ലസ് വൈ ആണ്. ബട്ട് കിട്ടിയ റിസൾട്ട് അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു എക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് y ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് അഡീഷനിൽ റൗണ്ട് ഓഫ് എന്നുള്ള പ്രോസസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ട് അപ്രോക്സിമേറ്റ് റിസൾട്ട് ആണ്. ഇത് അപ്രോക്സിമേഷൻ ഉണ്ട്, എറർ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമുക്ക് അതിലെ എറർ എത്ര കണ്ടതിൽ എറർ വരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് നമ്പേഴ്സ് എ ബി എന്നുള്ള രണ്ട് നമ്പേഴ്സ് അതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യാതെ അഡീഷൻ ചെയ്ത ട്രൂ ആൻസർ ആണ് എക്സ് ആയിട്ട് ഡിനോട്ട് ചെയ്ത്. എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വേർ എക്സ് ഈസ് ദി ട്രൂ ആൻസർ ഓഫ് ദി അഡീഷൻ. ഇനി ഫ്ലോട്ടിംഗ് പോയിന്റ് അഡീഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് y ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. ഇറ്റ് ഈസ് ദി അപ്രോക്സിമേറ്റ് ആൻസർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലെ ഡിഫറൻസ് എന്തായിരിക്കും? ട്രൂ വാല്യൂ മൈനസ് അപ്രോക്സിമേറ്റ് എക്സ് മൈനസ് വൈ. ആ എററിന്റെ റേഷ്യോ എക്സ് മൈനസ് വൈ ബൈ എക്സ്. ഇറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 into 10 raised to 1 minus d, where d is the number of digits in the Mandisa. Mandisa പാർട്ടിലുള്ള നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആണ് d എന്നുള്ള ക്വാണ്ടിറ്റി. 10 എന്നുള്ളത് അവിടുത്തെ ഡെസിമൽ നമ്പറിലെ ബേസ് ആണ്. ആക്ച്വലി ഈ ഒരു 0.5 into 10 raised to 1 minus d ആ ക്വാണ്ടിറ്റി വരുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ഡെസിമൽ കേസിൽ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്? എന്തുകൊണ്ട് ഏത് ക്വാണ്ടിറ്റിയാണ് ആഡ് ചെയ്യുന്നത്? ഡിജിറ്റിന്റെ കൂടെ 5 ആണ് ആഡ് ചെയ്യുന്നത്. അത് 0.5 into 10 ഏതാണെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഓരോ ഡിജിറ്റിലും 5 ആണ് അതിൽ തൊട്ടടുത്ത ഡിജിറ്റിലേക്ക് 5 ആണ് ആഡ് ചെയ്ത് കൊടുക്കുക. പകുതി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഏത് നമ്പർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ആ നമ്പർ സിസ്റ്റത്തിലെ ബേസ് റേസ് ടു 1 മൈനസ് ടി ഇൻറ്റു 0.5 എന്നുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും റൗണ്ട് ഓഫിൽ വരുന്ന എറർ. ഇനി റൗണ്ട് ഓഫിൽ ഇത് ബൈനറി കേസിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് ഇൻ ദി കേസ് ഓഫ്
decimal number x minus y by x less than or equal to 0.5 into 10 raised to 1 minus t. ഇവിടെ മാറ്റം വരുന്നത് ഈ 10 എന്നുള്ള ഭാഗത്ത് ബൈനറി നമ്പർ ആണെങ്കിൽ എന്ത് വരും? 2 ആയിരിക്കും. അപ്പോൾ ബൈനറി ഫ്ലോട്ടിംഗ് പോയിന്റ് അരിത്തമെറ്റിക് ആണെന്നുണ്ടെങ്കിൽ എറർ മസ്റ്റ് ബി ഈക്വൽ ടു എക്സ് മൈനസ് വൈ ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 ഇൻറ്റു ബേസ് മാറി 2 റേസ് ടു 1 മൈനസ് ടി. ഇനി ഇപ്പം നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ എക്സാമ്പിൾസിലും അരിത്തമെറ്റിക് ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം റൗണ്ട് ഓഫ് ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് റൗണ്ട് ഓഫ് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 4 ഡിജിറ്റ് നമ്പറിനെ 3 ഡിജിറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ട്രങ്കേഷൻ മാത്രം നടത്താം. അതായത് ഇപ്പോൾ 4th ഡിജിറ്റിനെ 4 ഡിജിറ്റ് ഉള്ളതിനെ 3 ഡിജിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ആ 4th ഡിജിറ്റിനെ എലിമിനേറ്റ് ചെയ്യാം. വെറുതെ അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ജസ്റ്റ് അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അതായത് നമ്പറൊന്നും നമ്മൾ ആ ഡിജിറ്റിൻ്റെ കൂടെ നമ്പറൊന്നും ആഡ് ചെയ്യാതെ ജസ്റ്റ് അതിനെ ഒഴിവാക്കുന്ന പ്രോസസ്സ്. ഇങ്ങനെ നമുക്ക് 3 ഡിജിറ്റിനെ 2 ഡിജിറ്റ് ആയിട്ടോ 4 ഡിജിറ്റിനെ 2 ഡിജിറ്റ് ആയിട്ടോ ഒക്കെ മാറ്റാം. ഇതിനെയാണ് നമ്മൾ ചോപ്പിംഗ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ ചോപ്പിംഗിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ? എത്ര ഡിജിറ്റ് ആണോ വേണ്ടത് അവിടെ ജസ്റ്റ് അതിനെ കട്ട് ചെയ്ത് ഒഴിവാക്കും. ബാക്കിയുള്ളതിനെ എലിമിനേറ്റ് ചെയ്യും. അപ്പൊ ആ സമയത്ത് എലിമിനേഷൻ നടക്കുന്ന സമയത്ത് ആ എത്ര ഡെസിമൽ പ്ലേസസ് അല്ലെങ്കിൽ എത്ര ഡിജിറ്റ് ആണോ അതിന് ശേഷമുള്ളതിനെ എലിമിനേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ വാല്യൂവിനെ കെയർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതില് അപ്രോക്സിമേഷൻ കൂടും. അപ്രോക്സിമേഷൻ കൂടുന്നത് ഉദ്ദേശിക്കുന്നത് എറർ ഇവിടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ചോപ്പിങ്ങിന്റെ കേസിൽ ആ അപ്രോക്സിമേഷൻ കൂടുതലായിരിക്കും. ഇനി ഇതാണെന്നുണ്ടെങ്കിൽ ചോപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള എറർ എങ്ങനെയായിരിക്കും? ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു ഇവിടെ മാത്രം ചേഞ്ച് ചെയ്യും. അപ്പൊ ഇതിനെ നമ്മൾ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെ പൊസിഷനാണ്? ബേസിന്റെ പൊസിഷനാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചോപ്പിംഗിന്റെ കേസിൽ എക്സ് മൈനസ് വൈ ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.1 ഇൻറ്റു ബീറ്റ റേസ് ടു 1 മൈനസ് ഡി ആയിട്ട് മാറും. ഡി എന്നുള്ളത് മാൻഡിസ ലെങ്ത്, ബീറ്റ എന്നുള്ളത് ബേസ് ഓഫ് ദി നമ്പർ സിസ്റ്റം. ഇവിടെ ആ ഒരു ഡിജിറ്റിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 0.1 എന്നുള്ള മൾട്ടിപ്ലിക്കേഷൻ വന്നത്. അതൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നില്ല. ഇനി നമ്മൾ ചോപ്പിങ്ങും അതേപോലെ തന്നെ റൗണ്ടിങ് അതിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ ഉപയോഗിക്കുന്നത് നോക്കുക. ബൈനറി നമ്പറിന്റെ അഡീഷൻ ആണ് നമ്മൾ കാണിക്കുന്നത്. 4 ബിറ്റുള്ള നമ്പറാണ്. 8 ബിറ്റ് രജിസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ അഡീഷൻ കാണിക്കുന്നത്. 2 numbers x is equal to 0.1100 into 10 into 2 raised to 3 and y is equal to 0.1011 into 2 raised to 1. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്മോളസ്റ്റ് y ആണ്, അതിനെ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യണം. 2 places ഷിഫ്റ്റ് ചെയ്തു. then 0.00101110 2 raised to 3 കിട്ടി. ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്
ആ രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്തു. നമുക്ക് കിട്ടിയ റിസൾട്ട് 0.11011002 ഇതിനെ നമ്മൾ 4 ഡെസിമൽ പ്ലേസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കുക, ഇതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യാണ്. ആ റൗണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏത് സിസ്റ്റാണ്, ബൈനറി സിസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതാണ് നമ്മളുടെ 4 പ്ലേസസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ബൈനറി ആവുന്നത് കൊണ്ട് 1 ആണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 + 1 0 വിത്ത് ക്യാരി 1. അതുകൊണ്ട് 1 ഇവിടെ വരും. ബാക്കിയുള്ളതിനെ ഒഴിവാക്കി നമുക്ക് കിട്ടുന്ന റിസൾട്ട് 1111 ആണ്. റൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് 1111 ആണ് കിട്ടിയത്. ഇനി ഇതിനെ നമ്മൾ ചോപ്പ് ചെയ്യായിരുന്നെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും? ചോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇവിടെ ജസ്റ്റ് കട്ട് ചെയ്താൽ മതി. ദെൻ കിട്ടുന്ന റിസൾട്ട് 0.1110 ഇൻറ്റു 2⁻3. അപ്പം നമുക്ക് എന്ത് കാണാം, ദ എറർ ഇൻ ദി ആൻസർ ഇൻക്രീസസ് വിത്ത് ചോപ്പിംഗ് ദാൻ റൗണ്ട് ഓഫ്. റൗണ്ട് ഓഫിൽ ഉള്ളതിനേക്കാളും എറർ ഏതിൽ ഇൻക്രീസ് ചെയ്യുന്നു, ചോപ്പിംഗിൽ ഇൻക്രീസ് ചെയ്യും. ഇത്രയാണ് നമുക്ക് ഫ്ലോട്ടിംഗ് പോയിന്റിൽ അതിൻ്റെ അരിത്തമെറ്റിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ ചോപ്പിംഗ് എന്താണ്, റൗണ്ട് ഓഫ് എന്നുള്ള ക്വാണ്ടിറ്റി എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് സ്മോളസ്റ്റ് നമ്പറിനെ രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്നു. ദെൻ റൈറ്റ് ഷിഫ്റ്റ് നടത്തുന്നു. എക്സ്പോണന്റ് രണ്ടിൻ്റെ എക്സ്പോണന്റ് സെയിം ആവുന്നത് വരെ ആ റൈറ്റ് ഷിഫ്റ്റ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് മാൻഡിസ പാർട്ട് ഡിവൈഡഡ് ബൈ 10 ആയിട്ട് ഓരോ പൊസിഷൻ മാറുമ്പോൾ ഡിവൈഡഡ് ബൈ 10 ആവും. കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്പോണന്റ് 1 ഓരോ പവർ ഇൻക്രീസ് ചെയ്യും. ഇത്രയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത നമുക്ക് ഒരു ടോപ്പിക്ക് നമ്പേഴ്സ് അല്ലാതെ മെമ്മറിയിൽ, കാരണം നമ്മളിപ്പോൾ ഇൻഡിജേഴ്സ് അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് നമ്പേഴ്സ് ഇതെല്ലാം മെമ്മറി ഹാൻഡിൽ ചെയ്യുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇത് കൂടാതെ ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ അതിന് എങ്ങനെയാണ് നമ്മൾ മെമ്മറിയിൽ സേവ് ചെയ്യുന്നത്, അതിൻ്റെ മാനിപ്പുലേഷൻ എങ്ങനെയാണെന്നുള്ളത് അടുത്തതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.